എങ്ങനെയൊക്കെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത്? ഞാനിവിടെ ക്ലച്ച് പിടിച്ച് തേടിയിട്ടിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചാലും വണ്ടി നീങ്ങും. പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജെർക്ക് വരും. ഇപ്പോൾ ആ ജെർക്ക് വന്നു, അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി ഫോർത്തിടും, ക്ലച്ച് ചെയ്യാൻ അയക്കും. അപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും. പിന്നെ ആക്സിലറേഷൻ കൊടുത്തായിരിക്കും വിറയിൽ മാറ്റുന്നത്. അങ്ങനെയല്ല നിങ്ങൾ ഫോർത്തിടേണ്ടത്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് ഓരോ ഗിയർ മാറ്റാനായിട്ട് നമ്മൾ ഒരു റോഡ് മനസ്സിലാക്കി എപ്പോൾ എവിടെ ക്ലച്ച് ചവിട്ടണം, ഗിയർ ഇട്ടതിന് ശേഷം ഓരോ ഗിയറുകളിൽ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ടത്. നമ്മൾ ഓരോ ഗിയറുകളിലും ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനം ചെയ്യും. വീഡിയോ പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാർ ഡ്രൈവിംഗിൽ നമുക്ക് ഏറ്റവും അധികം ക്ലച്ചിന്റെ ഉപയോഗം, ക്ലച്ച് ചവിട്ടുന്നതും ഗിയർ ഇട്ടിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നതും എല്ലാം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സാഹചര്യങ്ങളിൽ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് എപ്പോഴും വീതി കുറഞ്ഞ വില്ലേജ് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ്. അതിനർത്ഥം മറ്റു റോഡുകളിൽ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നമുക്ക് വില്ലേജ് റോഡുകളിൽ ചിലപ്പോൾ മുന്നിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ കുഴികളുണ്ടാകാം, അതുപോലെ തന്നെ വളവുകളും തിരിവുകളും അടുപ്പിച്ച് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അടുപ്പിച്ചുള്ള ഗിയർ മാറ്റലുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുയോജ്യമായിട്ട് നമ്മൾ ക്ലച്ച് കറക്റ്റായിട്ട് ചവിട്ടി ക്ലച്ച് റിലീസിങ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ ഇത്തരത്തിലുള്ള കൺട്രോളിങ് കറക്റ്റ് ആക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡുകളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു പ്രാക്ടീസ് എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്രേക്ക്, അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുന്നു, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ചേർത്തിടുകയാണ്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് ചെറിയൊരു സ്ലോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്ലച്ചിൻ്റെ റിലീസിങ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾ ബ്രേക്കിലേക്ക് കാല് നന്നായി അമർത്തി വെച്ചതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് നമ്മൾ അയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു വൈബ്രേഷൻ വരുന്ന പോയിന്റ്. ആ പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന പ്രയോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക. ചെറിയ സ്ലോപ്പിലൊക്കെ ആണെങ്കിൽ ഈ വൈബ്രേഷൻ പോയിന്റിൽ തന്നെ ഇതുകൊണ്ട് നമ്മുടെ വാഹനം മുന്നിലേക്ക് ക്ലച്ചിൽ തന്നെ നീങ്ങും. ഇപ്പം ഞാൻ ആ പ്രോപ്പറായിട്ടുള്ള ഒരു വൈബ്രേഷൻ, ആ ഹാഫ് ക്ലച്ച് പോയിന്റാണ് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുന്നു. എന്നിട്ട് മെല്ലെ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്തതിന് ശേഷം ഞാനിത് പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാനിത് കാല് പതുക്കെ റിലീസ് ചെയ്ത് പതുക്കെ ഒന്ന് അയക്കുന്നതേ ഉള്ളൂ. പതുക്കെ അയച്ച് വാഹനത്തെ പൂർണ്ണമായിട്ട് നീക്കുന്നു. ഒപ്പം നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. എന്നിട്ട് ഇനി ഓരോ ഗിയറുകളിലും നിങ്ങൾ എപ്പോൾ എവിടെയാണ് ഇനി അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ടത്, ക്ലച്ച് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് ഇപ്പം വന്ന ഇത്രയും ലാഗ് പോലും വേണ്ട. ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ ആക്സിലറേഷൻ നമ്മൾ ഒരു ചെറിയ രീതിയിൽ കൊടുത്ത് വണ്ടിക്ക് ഒരു ചെറിയ സ്പീഡ് ആക്കുക. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്ത് ഇടുക. അപ്പോൾ ഓൾറെഡി വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പതിയെ ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് മതി ക്ലച്ചേന്ന് പതുക്കെ റിലീസ് ചെയ്യുക. ഒറ്റയടിക്ക് എടുക്കാതെ ഒരു 3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്ത് വരിക. അപ്പോൾ അടുത്തൊരു ഗിയറിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടാനും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ചാടുന്ന അല്ലെങ്കിൽ ജെർക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വാഹനവുമായിട്ട് വരുന്നത്. ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരുന്നു. അപ്പം നമ്മൾ ആദ്യം ഇതുകൊണ്ട് ബ്രേക്കിലേക്ക് മെല്ലെ കാല് വെച്ച് വണ്ടിയെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വാഹനം നിർത്തുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടി ഒന്നേന്ന് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നു. ആ പോയിന്റ് ഒന്ന് ബാലൻസ്
ബാലൻസ് ആക്കി പിടിച്ചുകൊണ്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ കാല് റിലീസ് ചെയ്തതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, വാഹനം മുന്നോട്ടെടുത്തു. ഇനി നമ്മൾ നിരപ്പത്തെടുത്തതുപോലെ അല്ല നമ്മളിനി കയറ്റത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത്. കയറ്റത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമാണ് മനസ്സിലാക്കേണ്ടത്, കയറ്റമായതുകൊണ്ട് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്താൽ വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയും നിരപ്പത്ത് കൊടുത്ത ആക്സിലറേഷൻ പോരാ, നമ്മൾ കയറ്റത്ത് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ആക്സിലറേഷൻ്റെ ലെവൽ കൂട്ടുക. ഇപ്പം ഞാനിതുണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇത് വണ്ടിക്ക് സ്പീഡ് ഏകദേശം ഒരു 20 കിലോമീറ്ററിനോട് അടുത്ത് സ്പീഡാക്കി, വീണ്ടും ശകലം കൂടെ ചവിട്ടി ഒരു 20-25 കിലോമീറ്റർ അടുത്ത് സ്പീഡാക്കി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് ചെയ്യുന്ന ഒരു 2-3 സെക്കൻഡ് കൊണ്ട് കാലയച്ചപ്പോൾ ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം ജെർക്കില്ലാതെ വന്നു. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പിടി കിട്ടും. കാരണം ഇവിടെ നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്താൽ ഓഫ് ആകാൻ 100% സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുക, അതിനുശേഷം ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയർ ഇടുക. ക്ലച്ച് എന്ന് അയച്ചു കഴിഞ്ഞാൽ ജെർക്ക് വരത്തില്ല. അപ്പം ക്ലച്ചിൻ്റെ അടുത്തൊരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ തേർഡ് ഗിയറിൽ എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടത്? തേർഡ് ഗിയർ നമ്മൾ പരമാവധി യൂസ് ചെയ്യേണ്ടത് നിരപ്പ് റോഡുകളിലായിരിക്കണം. പിന്നെ ചെറിയ വളവിലും ഒക്കെ നമുക്ക് ഇടുന്നതിൽ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ചെറിയ വളവ് ആയിക്കോട്ടെ, നിരപ്പായിട്ടുള്ള റോഡായിരിക്കണം, വലിയ വളവുകൾ ഇടാൻ പാടില്ല. ഇതേ അതിനും നിങ്ങൾ ചെയ്യേണ്ടത് ചുമ്മാ ക്ലച്ച് പിടിച്ചിടുക എന്നുള്ളതല്ല. ഇപ്പം ഞാനിവിടെ ക്ലച്ച് പിടിച്ച് തേർഡ് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചാലും വണ്ടി നീങ്ങും. പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജെർക്ക് വരും. ഇപ്പോൾ ആ ജെർക്ക് വന്നു. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഗിയർ ഇടുമ്പോഴും എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് വീണ്ടും ഡൗൺ ചെയ്തു, ഇതുണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു സ്പീഡ് ആക്കുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടുക. ചവിട്ടിയതിന് ശേഷം തേർഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് 2-3 സെക്കൻഡ് കൊണ്ട് കാല് അയക്കുക. കണ്ടോ? അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്കും ഇല്ലാതെ, ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെർക്കില്ലാതെ നമുക്ക് 3ാമത്തെ ഗിയറിലിടാം. ഇനി 4ാമത്തെ ഗിയർ എന്ന് പറയുന്നത് പലർക്കും ഇടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം 4ാമത്തെ ഗിയർ ഇവിടെ നിരപ്പ് കണ്ടു, ക്ലച്ച് ചവിട്ടി 4th ഇടും, ക്ലച്ച് ചെയ്യുന്ന അയക്കും. അപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും. പിന്നെ ആക്സിലറേഷൻ കൊടുത്തായിരിക്കും വിറയിൽ മാറ്റുന്നത്. അങ്ങനെയല്ല നിങ്ങൾ 4th ഇടേണ്ടത്. 4th ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ തേടി വരുവാണ്, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കി. കണ്ടോ? അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഡ്രൈവർ ചെയ്യും. എന്നിട്ട് ക്ലച്ച് പിടിച്ച് 4th ഇടും, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യും. ഇനി ഒരു കയറ്റം കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ അഡ്വാൻസ് നമ്മൾ ക്ലച്ച് ചവിട്ടി തേടിട്ട് കയറും. ഇനി ഈ കയറ്റം കയറില്ലെന്ന് എനിക്ക് മനസ്സിലായി. അഡ്വാൻസ് ക്ലച്ച് ചവിട്ടിയതുകൊണ്ട് വണ്ടി റണ്ണിങ് നിൽക്കുന്നതിന് മുന്നമേ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പോൾ അങ്ങനെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഗിയർ ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ വീണ്ടും തേർഡിലേക്ക് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കും. ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരുവാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു കയറ്റം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അഡ്വാൻസ് ക്ലച്ച് ചവിട്ടിയതുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. വണ്ടിയുടെ മൂവിങ് നിൽക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് ഡ്രൈവിങ്ങിൽ പഠിക്കണം. അപ്പോൾ ഈ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ക്ലച്ചിൻ്റെ പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയുടെ റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ ഗിയർ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും ഒപ്പം തന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിയെ നമുക്ക് അടുത്തൊരു ഗിയറിൽ അനക്കാനായിട്ട് കഴിയും. വണ്ടിയുടെ റണ്ണിങ് നിന്നിട്ടല്ല ഗിയർ ഇടേണ്ടത്. ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ വരുവാണ്, ഇവിടെ ഒരു വളവ് കണ്ടു, വണ്ടി അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ഒന്ന് ചെറുതായിട്ട് ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വാഹനം ഇതുകൊണ്ടോ സെക്കൻഡ് ഗിയറിൽ ഇതുകൊണ്ട് ജെർക്കില്ലാതെ അഡ്വാൻസ് പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു നല്ല വളവാണെന്ന് തോന്നിയാൽ വണ്ടി അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് പെട്ടെന്ന് ചെയ്തു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ വണ്ടിയുടെ അനക്കം നിലനിർത്തി നമുക്ക് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതുകൊണ്ട് കാർ ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടുന്നത്, ഗിയർ ഇടുന്നത്, ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കാർ ഓടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു വാഹനം നിർത്തുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ വരികയാണ്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി, അതുകൊണ്ട് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഇതുകൊണ്ടോ ബ്രേക്കിലേക്കും കൂടെ വന്ന് വണ്ടി നിർത്തി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാഹനം പതുക്കെയാണ് പോകുന്നതെങ്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി വണ്ടി സൈഡിലേക്ക്, നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡിൽ ഒതുക്കുക, അല്ലെ ഫസ്റ്റിൽ ഒതുക്കുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക. സ്പീഡിൽ പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യും, പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സാവധാനം സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത്, ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ മെത്തേഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഡ്രൈവിംഗിൽ മാറ്റം വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.